പ്രിയമുള്ള ജനങ്ങളെ, ഞാൻ ഒരു കാര്യം ഉണർത്തുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. എന്തെന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ PM കിസാൻ സമ്മാൻ നിധി ഗഡുക്കൾ കിട്ടുന്നുണ്ട്. 19ാമത്തെ ഗഡുവാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏത് മൊബൈൽ നമ്പറാണോ ഈ അക്കൗണ്ടിലേക്ക് അഥവാ PM കിസാൻ സമ്മാൻ നിധിയുടെ പദ്ധതിയിലേക്ക് നിങ്ങൾ കൊടുത്തത്, അക്കൗണ്ടിലേക്ക് നിങ്ങൾ ആ മൊബൈൽ നമ്പറിലേക്കാണ് മെസ്സേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തത് എൻ്റെ പഴയ നമ്പറായിരുന്നു. ആ നമ്പറിലേക്കാണ് മെസ്സേജ് വന്നത്. മെസ്സേജ് 2 ഭാഷയിലും വരുന്നതാണ്. അതുകൊണ്ട് 19ാമത്തെ ഗഡു, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ 19ാമത്തെ ഗഡു എൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ 2 ഭാഷയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇംഗ്ലീഷിൽ കൊടുത്ത മെസ്സേജാണ് ഈ കാണുന്നത്. PM പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നിങ്ങൾ കാണുന്നുണ്ട്. അത് സ്കീം RS 2000 ഹാസ് ബീൻ ക്രെഡിറ്റഡ് യുവർ അക്കൗണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തത്. അതിൻ്റെ ലാസ്റ്റ് നമ്പർ ഇവിടെ കാണിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ആ ഡേറ്റ് കാണിച്ചിരിക്കുന്നു 24/2/2025 കേരള ഗ്രാമീൺ ബാങ്ക്. അതേപോലെ തന്നെ 9:43 PM അത് പണം അയച്ച ആ സമയം വരെ ഇതിൽ കാണിക്കുന്നുണ്ട്. ADKG ബാങ്ക് അഥവാ അരീക്കോട് കേരള ഗ്രാമീൺ ബാങ്ക് എന്നതാണ് കൊടുത്തത്. ഇനി നമുക്ക് മലയാളത്തിൽ കൊടുത്തത് എങ്ങനെ നോക്കാം. മലയാളത്തിൽ PM കിസാൻ പദ്ധതിയുടെ 19ാമത്തെ ഗഡു ആയ 2000 രൂപ താങ്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്കായി ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ നരേന്ദ്രമോദി. 24/2/2025 4:58 PM AX കിസാൻ. ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് PM കിസാൻ സമ്മാൻ നിധി കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ പദ്ധതിയിൽ അംഗമാവണം. അതുപോലെ തന്നെ നിങ്ങൾ കിട്ടിയ ആളുകൾ എവിടെയെങ്കിലും മുടക്കമുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി കിട്ടാത്ത ആളുകൾ അപേക്ഷിക്കാം. കിട്ടിയ ആളുകൾ ഇടയ്ക്ക് വെച്ച് മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുക്കുക. അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുത്തതിന് ശേഷം വീണ്ടും അപേക്ഷ കൊടുക്കുക, KYC പുതുക്കുക. ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ കർഷകർക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടാണ്. സെക്കൻഡുകൾ കൊണ്ടാണ് ദശലക്ഷം കോടി രൂപ എല്ലാ കർഷകരിലേക്കും എത്തുന്നത്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഡിജിറ്റൽ ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ വളരുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുമ്പ് കർഷകർക്ക് ഒരു നയാ പൈസ പോലും മോദിജി വരുന്നതിന് മുമ്പ് കിട്ടിയിട്ടില്ല എന്നാണ് ഇതിൻ്റെ യഥാർത്ഥം. അതുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് 1 രൂപ പോലും ഇതേ കിട്ടിയിട്ടില്ല. ഇതുപോലെ ഒരു പദ്ധതി പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് കൃഷിയാണ് അഥവാ കർഷകരാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിജി മനസ്സിലാക്കിയ കാരണത്താൽ ഇതുപോലെയുള്ള പല പദ്ധതികളും കൊണ്ടുവരുന്നു. ഇനിയും പല പദ്ധതികളും കൊണ്ടുവരാൻ നിൽക്കുന്നു. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ PM കിസാൻ സമ്മാൻ നിധി കിട്ടാത്ത ആളുകൾ അത് നേടിയെടുക്കും. അതുപോലെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഒരു പണം നിങ്ങളുടെ കൃഷി അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു, ദീർഘായുസ്സ് നേരുന്നു. ഇനിയും ഇതുപോലെയുള്ള പദ്ധതികൾ കൊണ്ടുവരട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.